കേരള ബ്ലാസ്റ്റേഴ്സ് താഴിട്ട് പൂട്ടാൻ പോകുന്നു. നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ പുതിയ കണ്ടുപിടുത്തമാണ്. സോ അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാർക്കസ് അണ്ണന്റെ ഏതോ ഒരു നോട്ടിനെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. എല്ലാവരും കൂടെ പോസിറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് പറയാത്ത മാധ്യമങ്ങൾ ഒരു നെഗറ്റീവ് സാധനം കിട്ടിയപ്പോൾ അതുമായിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ഒന്നും ഇങ്ങനെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ എന്റെ ചോദ്യം ഇതാണ്, എന്തിന് ബ്ലാസ്റ്റേഴ്സ് ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ പറയുന്നത് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ ക്ലബ്ബുകളും പൂട്ടിയതിനു ശേഷം ഏറ്റവും അവസാനം പൂട്ടേണ്ട ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ എന്തായാലും കമ്പാരിറ്റീവ്ലി എല്ലാ ക്ലബ്ബുകളെക്കാളും അത്ര സാമ്പത്തിക മോശം ഒന്നും ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ള കാര്യം അറിയാം. കാരണം അതിന്റെ കാരണം ബ്ലാസ്റ്റേഴ്സിന് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റു ക്ലബ്ബുകളുടെ ഒന്നും അവസ്ഥ അതല്ല. ഓഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഓഡിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ശരിയാണ്. പക്ഷെ ഈ ഓഡിയൻസിനെ ഇവിടേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് മീഡിയാസ് ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതൊന്നും അങ്ങനെയുള്ള പണികളൊന്നും ഇവിടുത്തെ മീഡിയാസ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. എന്തിന് ഇന്ത്യയുടെ കളി പോലും റിപ്പോർട്ട് ചെയ്യാത്ത മുൻനിര മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതൊക്കെ വിട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത സീസണിലെ അനിശ്ചിതത്വമാണ്. എനിക്കറിയില്ല അടുത്ത സീസൺ നടക്കത്തില്ല എന്നൊരു സാധനം ഇല്ല. ഇവിടെ ഒരു പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഫാൻഗോഡ് അതേപോലെ ജീനിയോ സ്പോർട്സ് രണ്ടു കൂട്ടരും രണ്ട് പ്രപ്പോസൽസ് വെച്ചിട്ടുണ്ട്. സോ AFF ജീനിയോ സ്പോർട്സിന്റെ പ്രപ്പോസലിൽ അവർ ഓക്കെയാണ്. എന്നാൽ ക്ലബ്ബുകൾ ഫാൻഗോഡിന്റെ പ്രപ്പോസലിലാണ് ഓക്കെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ക്ലബ്ബുകളെല്ലാം കൂടി ചേർന്നിട്ട് ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ക്ലബ്ബുകളും ചേർന്നിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 പ്രപ്പോസൽസ് ഇപ്പോൾ AFFന്റെ മുന്നിലുണ്ട്. സോ ഏതെങ്കിലും ഒരെണ്ണം സൈൻ ചെയ്താൽ ISL നടക്കും. അതായത് ഫ്യൂച്ചർ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ISL കാര്യത്തിലൊന്നും ഇനി പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളപ്പോ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എവിടുന്ന് കിട്ടിയ ന്യൂസ് അതേ പറഞ്ഞേ. ബ്ലാസ്റ്റേഴ്സ് പൂട്ടാൻ പോകുന്നുണ്ട്. കുറെ പോസ്റ്റർ വച്ചടിച്ചോണ്ട് ഇറങ്ങിക്കോണം ഓരോന്ന്.